രാജസ്ഥാൻ റോയൽസിന്റെ നായകസ്ഥാനം ഒഴിഞ്ഞ് 18 കോടി രൂപയുടെ വമ്പൻ ട്രേഡിലൂടെയാണ് സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് കാലെടുത്തു വെക്കുന്നത്. അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നത് വലിയ വെല്ലുവിളികളായിരുന്നു. ചെപ്പോക്കിൽ ആരാധക വൃന്ദം പുതിയൊരു അവതാരത്തെയാണ് കാത്തിരിക്കുന്നത്. ആ മഞ്ഞക്കടലിന് നടുവിലേക്ക് ഒരു കൊടുങ്കാറ്റായി മാറാൻ ഉറച്ചു തന്നെയാണ് സഞ്ജു തന്റെ ബാറ്റ് കയ്യിലെടുത്തത്. 2023 ചെന്നൈ അവസാനമായി IPL കിരീടം സ്വന്തമാക്കിയതെന്നോർക്കണം. അന്ന് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകൻ മഹേന്ദ്ര സിംഗ് ധോണിയായിരുന്നു. ഇന്ന് ഋതുരാജ് ഗെയ്ക്വാദാണ്. ധോണി സ്ക്വാഡിലുണ്ടെന്നത് നേര് തന്നെയാണ്. ഇതുവരെ ഈ സീസണിൽ ചെന്നൈക്ക് വേണ്ടി ബാറ്റെടുത്തയാൾ കളത്തിൽ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വം ഇന്ന് സഞ്ജുവിനാണ്. ആരാധകർ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു പ്രകടനമല്ല ഇത്തവണ ചെന്നൈയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. സഞ്ജു തിളങ്ങിയാൽ ചെന്നൈ അപകടകാരികളാണ്. മറിച്ചാണെങ്കിൽ അവസ്ഥ പറയാത്തതാണ് നല്ലത്. സഞ്ജുവിൻ്റെ ചെന്നൈ കുപ്പായത്തിലുള്ള ആദ്യ മത്സരമാണ്. ലോകകപ്പിൽ എതിരാളികളെ തല്ലിച്ചതച്ചാണ് അയാളുടെ വരവ്. എന്നാൽ പ്രതീക്ഷിച്ച തുടക്കമായിരുന്നില്ല സഞ്ജുവിനെ കാത്തിരുന്നത്. ആദ്യത്തെ 3 മത്സരങ്ങളിലും 2 അക്ക സംഖ്യ പോലും കടക്കാൻ അയാൾക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. അതിനാൽ തന്നെ വിമർശകരുടെ അമ്പുകൾ വീണ്ടും മൂർച്ചയോടെ ആ മലയാളി താരത്തിന് നേരെ പാഞ്ഞെടുത്തു. രാജസ്ഥാൻ റോയൽസ്, പഞ്ചാബ് കിങ്സ്, RCB എന്നിവർക്കെതിരെ ആദ്യ 3 കളിയിലും റൺസ് കണ്ടെത്താൻ സഞ്ജു നന്നേ ബുദ്ധിമുട്ടുകയായിരുന്നു. കേവലം 6, 7, 9 എന്നിങ്ങനെയായിരുന്നു അയാളുടെ ആ ഇന്നിങ്സിലെ സ്കോറുകൾ. ഇതോടെ സഞ്ജുവിന്റെ സ്ഥിരതയില്ലായ്മയെക്കുറിച്ച് പഴയ പല്ലവികൾ വീണ്ടും മൈതാനങ്ങളിൽ ഉയർന്നു കേട്ടു. പുറത്ത് വിമർശനങ്ങളുടെ പെരുമഴ പെയ്യുമ്പോഴും ചെപ്പോക്കിലെ ഡ്രസ്സിംഗ് റൂമിൽ സഞ്ജു ശാന്തനായിരുന്നു. പരിശീലകൻ സ്റ്റീവ് ഫ്ലെമിംഗ് അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകി. 2020 മത്സരങ്ങളിൽ കാര്യങ്ങൾ അതിവേഗം മാറുമെന്ന് ഫ്ലെമിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞത് വെറുതെയല്ലെന്ന് തെളിയിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സഞ്ജു. തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം ഡൽഹി ക്യാപിറ്റൽസിനെതിരെയാണ് സഞ്ജു തന്റെ വിശ്വരൂപം പുറത്തെടുത്തത്. ചെപ്പോക്കിലെ ആ പിച്ചിൽ തുടക്കത്തിൽ തന്നെ യാതൊരുവിധ പതർച്ചയും ഇല്ലാതെയാണ് സഞ്ജു നേരിട്ടത്. പിന്നീട് ട്രാക്ക് മാറ്റുകയായിരുന്നു. ചീറിപ്പാഞ്ഞെത്തിയ 26 പന്തുകളിൽ നിന്ന് അദ്ദേഹം തന്റെ സീസണിലെ ആദ്യ 50 തികച്ചു. 50ക്ക് ശേഷം പിന്നീട് കണ്ടത് സഞ്ജു എന്ന ബാറ്റിംഗ് മാന്ത്രികന്റെ വിശ്വരൂപമായിരുന്നു. ഡൽഹി ബൗളർമാരുടെ ഏറിനെ തലങ്ങും വിലങ്ങും അതിർത്തി കടത്തി വെറും 56 പന്തിൽ പുറത്താകാതെ 115 റൺസാണ് അയാൾ അടിച്ചുകൂട്ടിയത്. 15 ഫോറുകളും 4 സിക്സറുകളുമാണ് ആ ഇന്നിങ്സിൽ പിറന്നത്. ഡൽഹി താരങ്ങളെല്ലാം ഒരത്ഭുതം കണക്കെ അയാൾക്ക് മുമ്പിൽ നിൽക്കുകയാണ്. ഈ സെഞ്ചുറിയോടെ 2026 IPL സീസണിലെ ആദ്യ സെഞ്ചുറിയും സഞ്ജു സാംസൺ സ്വന്തമാക്കുകയാണ്. കൂടാതെ IPL ചരിത്രത്തിൽ 4 വ്യത്യസ്ത സീസണുകളിൽ ആദ്യ സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന അത്യപൂർവ റെക്കോർഡും സഞ്ജുവിൻ്റെ പേരിലായി. 2017, 19, 21, 26 എന്നിങ്ങനെയായിരുന്നു ആ വർഷങ്ങൾ. ഡൽഹിക്കെതിരെയുള്ള സെഞ്ചുറിക്ക് ശേഷം കൊൽക്കത്തക്കെതിരെ 48 റൺസ് നേടി മികച്ച ഫോമാണ് സഞ്ജു പിന്നീട് തുടർന്നത്. അടുത്ത മത്സരത്തിൽ സൺറൈസ് ഹൈദരാബാദിനെതിരെ വീണ്ടും കാലിടറി. വെറും 7 റൺസ് എടുത്ത് അദ്ദേഹം പവനിലേക്ക് മടങ്ങിയത് ആരാധകരെ നിരാശയിലാക്കി. പക്ഷേ ആരാധകർക്ക് വിശ്വാസമായിരുന്നു. അങ്ങനെ പെട്ടെന്നൊന്നും അയാൾ മങ്ങില്ല എന്ന ഉറച്ച വിശ്വാസം. വീഴ്ചകളിൽ നിന്ന് അതിശക്തമായി ഉയർത്തെഴുന്നേൽക്കുന്നതാണ് സഞ്ജുവിൻ്റെ ശൈലി. ചിരവൈരികളായ മുംബൈ ഇന്ത്യൻസിനെതിരെ അവരുടെ തട്ടകമായ വാങ്കഡ സ്റ്റേഡിയത്തിൽ CSK ഇറങ്ങിയപ്പോൾ സഞ്ജു വീണ്ടും അവതരിക്കുന്നുണ്ട്. ഒരു ക്ലാസിക് പോരാട്ടത്തിന് അവിടം തിരികൊളുത്തപ്പെടുകയായിരുന്നു. മുംബൈ ഇന്ത്യൻസ് കൃത്യമായ ഇടവേളകളിൽ ചെന്നൈയുടെ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഒരറ്റത്ത് കോട്ട പോലെ ഉറച്ചു നിന്ന സഞ്ജു ചെന്നൈയുടെ ഇന്നിങ്സിന്റെ നെടുംതൂണായി മാറി. അയാളുടെ സംഹാര രൂപം ഞങ്ങൾക്ക് മേൽ തന്നെ അവതരണം എടുത്തല്ലോ എന്ന നിരാശയിലായിരുന്നു മുംബൈ താരങ്ങൾ. മുംബൈ നിരയിലെ ലോകോത്തര ബൗളർമാരെ കാഴ്ചയാക്കിക്കൊണ്ട് സഞ്ജു 54 പന്തിൽ പുറത്താകാതെ 101 റൺസ് അടിച്ചെടുക്കുന്നുണ്ട്. 10 ഫോറുകളും 6 വമ്പൻ സിക്സറുകളും ആ ബാറ്റിൽ നിന്നും പറന്നുയർന്നു. ഈ സെഞ്ചുറിയിലൂടെ മുംബൈക്കെതിരെ ഒരു ചെന്നൈ താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോറും സഞ്ജു സാംസൺ സ്വന്തമാക്കുകയാണ്. പിന്നാലെ ഹൈദരാബാദിനെതിരെയും മുംബൈക്കെതിരെയും 11 റൺസുകൾ സ്വന്തമാക്കി മടങ്ങേണ്ടി വന്നു.
ഇതുകൊണ്ടൊന്നും ആ ബാറ്റിനോടുള്ള വിശ്വാസം കെട്ടടങ്ങുകയില്ല. കാരണം ഇത് സഞ്ജു സാംസൺ ആണല്ലോ. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയുള്ള മത്സരത്തിൽ റബാഡയുടെയും പന്തിനെ ബൗണ്ടറി പായിച്ച് സഞ്ജു തന്റെ IPL-ലെ 5000 റൺസ് എന്ന ചരിത്ര നേട്ടവും പൂർത്തിയാക്കുകയാണ്. ഈ നാഴികക്കല്ല് പിന്നിടുന്ന 10ാമത്തെ താരമാണ് സഞ്ജു സാംസൺ. കേവലം റൺസുകൾ കണ്ടെത്തുക മാത്രമല്ല സഞ്ജു ചെയ്തത്. നേരിട്ട പന്തുകളുടെ കണക്കെടുത്താൽ 3555 പന്തുകളാണ് അയാൾ നേരിട്ടത്. 5000 റൺസ് ക്ലബിലെത്തുന്ന ഏറ്റവും വേഗമേറിയ ഇന്ത്യൻ താരമെന്ന റെക്കോർഡും സഞ്ജു ഈ സീസണിൽ സ്വന്തം പേരിലേക്ക് മാറ്റിയെഴുതുകയാണ്. പഴയ ആ സഞ്ജുവിൽ നിന്ന് ഏറെ വ്യത്യസ്തനാണ് ഈ സീസണിലെ സഞ്ജു സാംസൺ. അനാവശ്യ ഷോട്ടുകൾക്ക് മുതിരാതെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഏറ്റെടുത്ത് ഇന്നിംഗ്സുകൾ പടുത്തുയർത്താൻ അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്. ഈ ശൈലിയാണ് അദ്ദേഹത്തെ ചെന്നൈയുടെ ഏറ്റവും വിശ്വസ്തനായ താരമാക്കി മാറ്റുന്നത്. 2026-ലെ IPL സീസണിലെ ആദ്യ പകുതി പിന്നിടുമ്പോൾ ചെന്നൈക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് സഞ്ജു സാംസൺ തന്നെയാണ്. 2 തകർപ്പൻ സെഞ്ചുറികളിലൂടെ അദ്ദേഹം തന്റെ പോരാട്ട വീര്യം ലീഗിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. IPL ചരിത്രത്തിലെ 5 തവണ കിരീടം നേടിയ ചെന്നൈ ടീമിൽ MS ധോണിക്ക് പോലും സാധിക്കാത്ത നേട്ടമാണ് ഈ സീസണിൽ 2 സെഞ്ചുറികൾ എന്നത്. ആ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ചെന്നൈ സൂപ്പർ കിങ്സ് താരമായിരിക്കുകയാണ് സഞ്ജു സാംസൺ. ചെന്നൈ ജയിച്ച 3 നിർണായക മത്സരങ്ങളിലും സഞ്ജുവിന്റെ വമ്പൻ പ്രകടനമാണ് അടിത്തറയായത്. ടീം പ്രതിസന്ധിയിലാകുമ്പോഴെല്ലാം രക്ഷകനായി അവതരിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട്. സഞ്ജുവിന്റെ ബാറ്റിംഗ് എപ്പോഴും കാണികൾക്ക് ഒരു വിരുന്നാണ്. ക്രിക്കറ്റിലെ പുസ്തകത്തിലെ ക്ലാസിക് ഷോട്ടുകൾക്ക് T20യുടെ പവർ ഹിറ്റിങ്ങും സമന്വയിക്കുന്ന അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സുകൾ ക്രിക്കറ്റ് പ്രേമികളെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുമെന്ന കാര്യം തീർച്ച തന്നെയാണ്. ചെപ്പോക്കിലെ സ്പിന്നിനെ തുണക്കുന്ന പിച്ചുകളിൽ സഞ്ജുവിന്റെ ഫുട് വർക്കുകൾ അസാധ്യമായിരുന്നു. സ്പിന്നർമാർക്കെതിരെ അനായാസം സിക്സറുകൾ പായിക്കാനുള്ള അദ്ദേഹത്തിന്റെ മികവ് ചെന്നൈക്ക് വലിയ മുതൽക്കൂട്ടായി മാറി. കരിയറിലുടനീളം നേരിട്ട വിമർശനങ്ങൾക്കെല്ലാം തന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനത്തിലൂടെയാണ് സഞ്ജു സാംസൺ മറുപടി നൽകിയത്. സ്ഥിരതയില്ലെന്ന പഴി അദ്ദേഹം മാറ്റിപ്പണിത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ സഞ്ജു സാംസണെ നിങ്ങൾ ഇനി പേടിക്കണം. സ്വന്തം നേട്ടങ്ങൾക്കപ്പുറം ടീമിന്റെ വിജയത്തിനാണ് സഞ്ജു മുൻഗണന നൽകുന്നത്. സെഞ്ചുറി നേടിയ മത്സരങ്ങളിൽ പോലും അവസാന പന്ത് വരെ ക്രീസിൽ നിന്ന് ടീമിനെ സുരക്ഷിത സ്ഥാനത്തെത്തിക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സ് ആരും കാണാതെ പോകരുത്. കേരളത്തിന്റെ സ്വന്തം പുത്രൻ ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിൽ തിളങ്ങുമ്പോൾ ലക്ഷക്കണക്കിന് മലയാളി ആരാധകരാണ് അദ്ദേഹത്തിന് പിന്നിൽ ഹൃദയവും തുറന്നിരിക്കുന്നത്. ഓരോ ബൗണ്ടറിയിലും ആ അനുരാഗം അലയടിക്കുന്നുണ്ട്. വ്യക്തിഗത സ്കോറുകൾക്കപ്പുറം മത്സരത്തിന്റെ ഗതി തിരിച്ചുവിടാൻ സഞ്ജുവിന്റെ പ്രകടനങ്ങൾക്ക് സാധിക്കുകയാണ്. വലിയ ലക്ഷ്യങ്ങൾ പിന്തുടരുമ്പോഴും പ്രതിരോധിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ സാന്നിധ്യം CSKക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല.